സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ഇപ്പോൾ മനസ്സ് നിറഞ്ഞ അനുഭവമായിരിക്കും. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന് റിലേ റാലി നടത്തിയതിൻ്റെ സംതൃപ്തി. പ്രത്യേകിച്ച് CPM നേതാക്കൾക്കും ഹമാസിൻ്റെ ഭീകരത തുറന്നു പറഞ്ഞതിനെ ശശി തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന മുരളീധരനെ പോലെ ചില കോൺഗ്രസ് നേതാക്കൾക്കും ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടും പിന്തുണയും ഉറപ്പാക്കി എന്ന സങ്കല്പ മധുരം അവർ നുണയുമ്പോൾ പോരാട്ടം നടക്കുന്ന ഗാസയിലെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയുമായിട്ടും യുദ്ധം തീരാത്തത്, യുദ്ധം തീർക്കാത്തത്? അതിന് ഒരു കാരണമേയുള്ളൂ. ബ്രിട്ടന്റെ മാർഗരറ്റ് താച്ചറിനെ പോലെ ഇസ്രയേലിനുണ്ടായിരുന്ന ഉരുക്കുവനിത, 4ാം പ്രധാനമന്ത്രി ഗോൾഡ മേയർ പണ്ട് പറഞ്ഞത് തന്നെ, അറബികൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ കൂടുതലായി സ്വന്തം കുട്ടികളെ സ്നേഹിച്ചാൽ സമാധാനം കൈവരും. യഹൂദരോടും ഇസ്രായേൽ രാഷ്ട്രത്തോടുമുള്ള അറബികളുടെ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് ഇന്ന് പാലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ഏക കാരണം. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും മറന്നുള്ള ഈ വിദ്വേഷത്താൽ ഹമാസ് നടത്തിയ ദുഷ്ടത നിറഞ്ഞ അതിക്രമത്തിൻ്റെ ഫലം. ഒക്ടോബർ 7-ന് ഹമാസ് പ്രകോപനമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ മരിച്ച ഇസ്രയേൽക്കാരെ ഇനി ജീവനോടെ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷെ ബന്ദികളാക്കി വിലപേശുന്ന നിസ്സഹായരെ വിട്ടയക്കാൻ എന്തുകൊണ്ട് ഹമാസ് തയ്യാറായില്ല? കുട്ടികളും സ്ത്രീകളും അടക്കം 10,000-ലേറെ പാലസ്തീനുകൾ മരിച്ചിട്ടും ജനങ്ങളാകെ ദുരിതത്തിലായിട്ടും ബന്ദികളെ വിട്ടുകൊടുക്കാത്ത ഹമാസിന്റെ കഠിന നിലപാട് എന്തുകൊണ്ട്? അവർക്ക് പാലസ്തീനുകളോട് സ്നേഹമോ കരുണയോ പരിഗണനയോ ഇല്ല. തങ്ങളുടെ വിദ്വേഷ പോരാട്ടത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഹമാസിനെ ഗാസയിലെ ജനങ്ങൾ. അവർ മുഴുവൻ മരിച്ചു വീണാലും ദുരിതത്തിൽ അമർന്നാലും ഹമാസിന് സങ്കടമില്ല. എന്നു മാത്രമല്ല, നിരവധി മരണങ്ങൾക്ക് ഹമാസ് തന്നെയാണ് നേരിട്ട് കാരണക്കാർ. എല്ലാം ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കുന്ന പൈശാചിക സാമർത്ഥ്യം പലപ്പോഴും വിജയിക്കാതെ പോയത് ഇസ്രായേലിന്റെ ജാഗ്രതയും നിരീക്ഷണവും കൊണ്ട് മാത്രം. ഹമാസിനെ ഗാസയിലെ ഒരു പാലസ്തീനിയുടെ പോലും, അത് കുട്ടിയായാലും സ്ത്രീ ആയാലും, ജീവനെ പ്രതി ആശങ്കയില്ല. ഓരോ മരണവും ഓരോ കൊലയും നേട്ടമെന്ന് കരുതുന്ന അപഭ്രഷ്ട വിശ്വാസത്തിന്റെ കെണിയിൽ കുടുങ്ങിയവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാനേ കഴിയുന്നില്ല. അവരുടെ മുമ്പിൽ മനുഷ്യത്വവും യുക്തിയുമില്ല. ആങ്ങളെയല്ല, സർവ്വ ആങ്ങളമാരും മക്കളും ഒന്നടങ്കം മരിച്ചാലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീരു കാണണം എന്നു മാത്രമാണ് ഹമാസിന്റെ നിലപാട്. അത്രമാത്രം വംശവിരോധവും മതവിരോധവും ഇസ്രയേൽ വിരോധവും ഉള്ളിൽ കുത്തി നിറച്ചാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അവർക്കത് വെറും വിരോധമല്ല, ഹൂരിസ്ഥാൻ എന്ന് ചിലരെങ്കിലും വിളിക്കുന്ന മൂഢസ്വർഗത്തിലേക്കുള്ള മാർഗം. ആ യാത്ര വൈകാതിരിക്കാൻ പെടുന്നവരെ എന്തു പറഞ്ഞാണ് കാര്യം മനസ്സിലാക്കുക? ഇല്ല, അതിന് ലോകത്തിന് കഴിയില്ല. അവരെ ഈ വഴിക്കാക്കിയവർക്കല്ലാതെ മറ്റാർക്കും അത് സാധ്യമല്ല. പാലസ്തീൻ ജനതയെ കുരുതി കൊടുത്താലും വേണ്ടില്ല, ഇസ്രയേലികളായ ബന്ദികളെ വിട്ടയക്കില്ല എന്ന് ശഠിക്കുന്ന ഹമാസ് ഭീകരർക്ക് ഒറ്റ അജണ്ടയേയുള്ളൂ: ഇസ്രായേലിന്റെ സർവനാശം, യഹൂദരുടെയും അവരുടെ രാഷ്ട്രത്തിൻ്റെയും ഉന്മൂലനം. അത് ആ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. പക്ഷേ അതിന് ഇസ്രായേൽ വഴങ്ങണമെന്നത് ഭീകരരുടെ വ്യാമോഹം. ബന്ദികളെ പോലും തിരികെ കിട്ടാതെ ഇത്തരമൊരു അവസ്ഥയിൽ പാതി വഴിക്ക് ഭീകരതയെ സ്വതന്ത്രമായി വിട്ടുപോകാൻ ഇസ്രായേലിന് എങ്ങനെ കഴിയും? അവർക്കത് ആത്മഹത്യാപരമാണ്. തുടങ്ങി വെച്ചാൽ തോന്നുന്ന നിമിഷം നിർത്താൻ കഴിയുന്നതല്ല യുദ്ധമെന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹമാസ് ഈ തീക്കളി തുടങ്ങി വെച്ചത്. 1.5 കോടിയിലേറെ യഹൂദരിൽ ഓരോരുത്തരുടെയും ജീവൻ ഇസ്രായേലിന് വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത അതിക്രമം. എന്നാൽ 180 കോടിയോളം മുസ്ലിങ്ങളിൽ ഒരാളുടെയും ജീവൻ ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ സമാന ഭീകരർക്കോ വിലപ്പെട്ടതല്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്. പാലസ്തീൻ ജനതയുടെ ഒരു ക്ഷേമവും അവർക്ക് പ്രശ്നമല്ല. അവരാണ് പാലസ്തീൻ ജനതയെ അറിഞ്ഞുകൊണ്ട്
കുരുതി കഴിക്കുന്നത്. വിശ്വസിച്ച് അധികാരമേൽപ്പിച്ചതിൻ്റെ ഫലം പാലസ്തീനു വേണ്ടി പോരാടിയ PLOയെ തള്ളിയാണ് ഇത്തരമൊരു കൂട്ടരെ ഗാസയിലെ ജനങ്ങൾ 2006 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തിച്ചത് എന്നോർക്കണം. അവിടെ തുടങ്ങി ഗാസയിലെ ജനങ്ങളുടെ നാശത്തിലേക്കുള്ള ഗതി. കഴിഞ്ഞ 17 വർഷം ഗാസ ഭരിച്ചത് ഹമാസ്. അവർ വിളമ്പിയത് വികസനമല്ല, കുട്ടികളുടെ മനസ്സിൽ പോലും കുത്തിവെച്ചത് കൊടിയ ഇസ്രയേലി വിരുദ്ധത, യുദ്ധവിരോധം. ഇക്കാലയളവിൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവഹിച്ചത് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം. അത് അവർക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഗാസ സിംഗപ്പൂരിനെ പോലെ വികസിത നാടായി മാറിയേനെ. പക്ഷേ പണമൊന്നും ജനങ്ങൾക്ക് ഉപകരിച്ചില്ല. ഒരു പങ്ക് ഖത്തറിലും മറ്റും സുഖവാസം നടത്തുന്ന ഹമാസ് നേതാക്കൾ കൈപ്പറ്റി. അവർ ഭൂമിയിൽ തന്നെ തങ്ങൾക്കായി സ്വർഗമുണ്ടാക്കി കഴിയുന്നു. അവശേഷിച്ചത് തോന്നും പോലെ ഉപയോഗിച്ചത് ഗാസയിലെ കീഴ്നിര ഹമാസ് നേതാക്കൾ. ആ പണമെങ്കിലും ജനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഗാസയുടെ അവസ്ഥ മറ്റൊന്നായേനെ. പക്ഷേ കടന്നാക്രമണം നടത്തിയിട്ടില്ലാത്ത ഇസ്രയേലിനെതിരെ തുരങ്കങ്ങൾ നിർമ്മിക്കുവാനും ഭീകരപ്രവർത്തനം നടത്തുവാനുമാണ് ഗാസയിലെ ഹമാസ്കാർ ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചത്. ആ തുരങ്കങ്ങളിൽ ഭീകരർക്കല്ലാതെ സാധാരണ പാലസ്തീനികൾക്ക് യുദ്ധകാലത്ത് പോലും അഭയസ്ഥാനം ഉണ്ടായിരുന്നില്ല. എല്ലാം ഭീകരർക്കു വേണ്ടി മാത്രം. സാധാരണക്കാരുടെ വേഷത്തിലും അവരുടെ ഇടയിലും ഹമാസ് ഭീകര പോരാളികൾ ഭീരുക്കളെ പോലെ സുരക്ഷിതത്വം നേടി. ആശുപത്രികൾ വരെയും ഭീകരതയുടെ കേന്ദ്രങ്ങളാക്കി. പാലസ്തീനിലെ കുഞ്ഞു കുട്ടികളെ പോലും ഇസ്രയേലി വിരോധം ചുമക്കുന്നവരാക്കി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് ഹമാസിന്റെ വാഴ്ച ഗാസയിലെ പാലസ്തീൻ ജനതയോട് ചെയ്ത ഈ ദ്രോഹങ്ങളും ഇസ്രയേൽ ഇക്കാലത്തിനിടെ നൽകിയ സഹായങ്ങളും മറന്നാണ് കേരളത്തിലെ ചില കപട പാലസ്തീൻ സ്നേഹികൾ ഐക്യദാർഢ്യ മിമിക്രികൾ സംഘടിപ്പിച്ചത്. അവർക്ക് കാര്യങ്ങൾ അറിയാഞ്ഞല്ല, പാലസ്തീൻ ജനതയിൽ ഒരു വിഭാഗത്തോട് മതബന്ധമുള്ളവരുടെ വോട്ടു മാത്രം ലക്ഷ്യം വെച്ച് സിറിയയിലും ജോർദാനിലും ഈജിപ്തിലുമൊക്കെ തുരത്തപ്പെട്ട പാലസ്തീൻകാരെയോ ഈ നാടുകളിലൊക്കെ ആഭ്യന്തര കലാപത്തിൽ വധിക്കപ്പെടുന്ന ഇസ്ലാമികരെയോ നൈജീരിയയിലും മറ്റും കൂട്ടക്കുരുതി കഴിക്കപ്പെടുന്ന ക്രൈസ്തവരെയോ കുറിച്ച് ഈ CPM കോൺഗ്രസ് നേതാക്കൾക്ക് വേവലാതിയില്ല, സഹതാപവുമില്ല, ഐക്യദാർഢ്യവുമില്ല. ഇസ്രയേലിനെ കടന്നാക്രമിച്ച ഹമാസ് ഭീകരന്മാർക്കെതിരെ ഇസ്രയേൽ നടപടിയെടുക്കുമ്പോൾ മാത്രം ഉരുകുന്ന ഐക്യദാർഢ്യ മനസ്സുകൾ, ഹമാസ് ഭീകരർ നേർച്ചക്കോഴികളാക്കുന്ന പാലസ്തീൻകാരുടെ പേരിൽ ഇസ്രയേലിനെതിരെ മാത്രം ക്ഷോഭിക്കുന്ന ഐക്യദാർഢ്യ ഹൃദയങ്ങൾ, അവരെ ഒന്നു മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഏശയ്യ പ്രവാചകൻ പറഞ്ഞ ഒരു അവസ്ഥ, സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവരെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. സ്വന്തം തല ഹമാസ് ഭീകരരുടെ കക്ഷത്തിൽ വെച്ചു കൊടുത്ത് ഇസ്രയേലിന്റെ സഹകരണവും സൗഹൃദവും തിരസ്കരിച്ചതിന്റെ തിരിച്ചടി അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയോ എന്ന് കേരളത്തിലെ ഐക്യദാർഢ്യവാദികൾ ഓർത്തു നോക്കട്ടെ. ഇസ്രയേലിനെ തകർക്കാൻ ഇസ്ലാമിക രാഷ്ട്ര സമൂഹം ഓടിപ്പാഞ്ഞ് എത്താത്തത് എന്തുകൊണ്ട്? യുദ്ധം നിർത്താൻ ഇസ്രയേലിനെ താക്കീത് വരെ നൽകിയ കേരളത്തിലെ നേതാക്കന്മാർ ഇതൊന്നും അറിയുന്നില്ലേ? 50 കോടിയോളം മുസ്ലിങ്ങളും 20-നടുത്ത് അറബ് രാഷ്ട്രങ്ങളുമുള്ള മേഖലയിൽ അറബികളല്ലാത്ത അമുസ്ലിങ്ങളടക്കം ലക്ഷക്കണക്കിന് പേരെ ജോലിക്കാരായി സ്വീകരിച്ചിട്ടും പാലസ്തീൻകാർ എന്തുകൊണ്ട് അനഭിമതരാകുന്നു? ഹമാസ് തീവ്രവാദികൾ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ലെന്ന ഒരു കാരണം മാറ്റിവെക്കുക. വലിയ ഉത്തരം വേറെയാണ്. ഹമാസ് മനസ്സുള്ള പാലസ്തീനികളെ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജസ്ഥാനങ്ങളും ഭയക്കുന്നു. പുറമേ പറയാൻ ധൈര്യമില്ലെങ്കിലും അവർ ഹമാസിന് ഭയക്കുന്നു. കാരണം അവർക്ക് ഹമാസിന്റെ അപകടം എന്താണെന്നും ഹമാസിന് പിന്നിൽ ആരെന്നും നന്നായി അറിയാം. അറബ് രാഷ്ട്ര നേതൃത്വങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായ രാഷ്ട്രീയവും ഭാവിയുമാണ്.
മേഖലയിലെ ഏക യഥാർത്ഥ ജനാധിപത്യ രാജ്യമായ ഇസ്രയേലുമായി ധാരണയിൽ പോകാനാണ് അവരിപ്പോൾ താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഈജിപ്തും ജോർദാനുമൊക്കെ. ജോർദാൻ രാജാവിനെ അട്ടിമറിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ പാലസ്തീൻ തീവ്രവാദികൾ ശ്രമിച്ച പഴയൊരു കഥയുണ്ട്. അന്ന് അതേക്കുറിച്ച് രാജാവിനെ ധരിപ്പിച്ചതും അട്ടിമറി തകർക്കാൻ സഹായിച്ചതും ഇസ്രയേലിന്റെ ചാര സംഘടന മൊസാദാണെന്ന കാര്യം ജോർദാൻ ഇന്നും മറന്നിട്ടില്ല. ഇസ്രയേലുമായുള്ള സഹകരണം പാലസ്തീനികളുടെ ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് കരുതുന്നവരാണ് അറബ് സമൂഹത്തിൽ പലരും. അതിനൊന്നും ഇറാൻ സമ്മതിക്കില്ല. സൗദി ഇസ്രയേൽ ചർച്ച തകർക്കുക എന്നതായിരുന്നു ഹമാസ് ആക്രമണത്തിന് പിന്നിലെ ഇറാന്റെ ഒരു ലക്ഷ്യം. അത് തൽക്കാലത്തേക്ക് സാധിച്ചു. ഇറാന്റെയും ഹമാസിന്റെയും ലക്ഷ്യം ഒന്നു തന്നെ. അത് പാലസ്തീനി ക്ഷേമമല്ല, ഇസ്രയേലിന്റെ ഉന്മൂലനം. പക്ഷെ നേരിട്ട് ഇടപെടാൻ ഇറാൻ മടിക്കുന്നു. പകരം ഹമാസിനെയും ലെബനനിലെ ഗ്രൂപ്പിനെയും ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുകയാണ്. ഖത്തറിന്റെ പണവും ഹമാസിന് ലഭിക്കുന്നു. ഇതറിയുന്ന അറബ് രാഷ്ട്ര നേതൃത്വങ്ങൾക്ക് ഭയം ഇസ്രയേലിനെയോ അമേരിക്കയെയോ അല്ല, ഹമാസിനെയാണ്. ഇറാനിൽ ഷായ്ക്കെതിരെ നടത്തിയതുപോലെ മതവിപ്ലവം അഴിച്ചുവിട്ട് തങ്ങളുടെ രാജ്യം അട്ടിമറിക്കുമോ എന്ന ഭയം. അതുകൊണ്ട് ഹമാസ് തീർന്നു കിട്ടാൻ അവരെല്ലാം ഉള്ളിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഇസ്രയേലിനെതിരെ ഹമാസ് പക്ഷത്താണെന്ന് തോന്നുമാറ് പ്രസ്താവനയെങ്കിലും നടത്താൻ അവർ നിർബന്ധിതരാകുന്നുണ്ട്. ഖത്തറിലെ സുരക്ഷയിലിരുന്ന് ഹമാസിനെ അഴിച്ചുവിടുന്നവർ എന്നേക്കും സുരക്ഷിതരെന്ന് കരുതേണ്ട. വർഷം എത്രയെടുത്താലും മൊസാദിന്റെ കരങ്ങൾ അവരുടെ നേർക്ക് നീണ്ടെത്തുമെന്നതാണ് ചരിത്രപാഠം. മ്യൂണിക് ഒളിമ്പിക്സിലെ തങ്ങളുടെ കായിക താരങ്ങളെയും കോച്ചുമാരെയും വധിച്ച അവസാനത്തവനെ വരെയും 20 വർഷമെടുത്ത് തീർത്തതാണ് മൊസാദ്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.